എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടോ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടോ, പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ പിന്നെ ഞങ്ങൾ ഉണ്ടാക്കാനും കൂടെ വരണ്ട, ഞങ്ങളവിടെ സൂചിപ്പിക്കാൻ നീ വരണ്ട. അതിന്റെ കൈ വെച്ചിരുന്നാൽ മതി. അങ്ങനെ സൂചിക്കുന്ന ആളുകളുമല്ല കേട്ടോ. നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം, അത് തരാം കേട്ടോ. ഇതൊന്നും ഇതല്ലല്ലോ, നിന്റെ സർവീസിനുള്ള പാരിതോഷികം തരാം കേട്ടോ. ഓർത്ത് വെച്ചോ, പാരിതോഷികം തരാം. അല്ല, ഇലക്ഷൻ കമ്മീഷൻ അല്ല. ഞങ്ങളിത് ആദ്യമായിട്ട് പൊട്ടി മുളച്ചിട്ട് MLA MP ആയതല്ല, അതൊക്കെ കണ്ടിട്ട് തന്നെയാ വരുന്നത് കേട്ടോ. മോനെ ആ പെട്ടി ഉള്ളു തുറന്നില്ല, ആ വണ്ടിയൊന്നും പരിശോധിച്ചിട്ടില്ല, ഉള്ളേ തുറന്നുള്ളൂ, താഴെ തുറന്നില്ല. ആ MP-മാരുടെ വണ്ടി മാത്രം റാൻഡമായിട്ടിരിക്കില്ല. MP-മാരുടെ വണ്ടി ചെയ്തോട്ടെ, UDF-ന്റെ മാത്രം. എന്നിട്ട് ഇയാളെ കണ്ടിട്ട് നീ പെട്ടി തുറക്കാൻ പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? ഡിക്കി തുറന്നിട്ട് പെട്ടി തുറക്കാൻ പറഞ്ഞില്ലേ? മനസ്സിലായില്ല എന്നുള്ള അഭ്യാസം എടുക്കല്ലേ? എല്ലാം കൂടെ വേണ്ട, വേഷം കെട്ടോ, രണ്ടും കൂടെ വേണ്ട. വേഷം കെട്ടോ, പണി എടുക്കണമെങ്കിൽ CPM-ന്റെ പണി ചെയ്യുമ്പോൾ അത് ചെയ്താൽ. ദൃശ്യങ്ങൾ ഇന്നലെ രാത്രി 10 മണിക്കാണ് ഈ പരിശോധന നടന്നത്. MLA-യും MP-യും ഷാഫിയും രാഹുലും നിർബന്ധിച്ച് അവസാനം ഈ പെട്ടിയിലുള്ളത് എന്താണെന്ന് കണ്ടിട്ട് പോയാൽ മതിയെന്ന് പോലീസുകാരോട് പറയുകയാണ്.